ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ കുറച്ച് യൂട്യൂബ് ട്രിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളൊക്കെ യൂട്യൂബ് കാണുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അതിൽ കുറച്ച് ട്രിക്സിൻ്റെ ആവശ്യമെന്ന് അല്ലേ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കാണുന്ന വീഡിയോസിന് വരെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ട്രിക്സ് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിൽ പലരും യൂട്യൂബിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ നമുക്ക് യൂട്യൂബ് തന്നെ ഒരുപാട് ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ സോങ്സ് ഒക്കെ കാണാറുണ്ട് അല്ലേ? അപ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ വിചാരിക്കാറുണ്ട് MP3 ആയിട്ട് ഇതൊന്ന് മാറ്റി കിട്ടുമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നെന്ന്. നമുക്ക് യൂട്യൂബ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ സോങ്സിനെയൊക്കെ MP3യിലേക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂട്യൂബിലെ ഒരു ഹിഡൻ മെനുവിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിക്കുന്നുണ്ട്. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ എൻ്റെ വർക്കും എനിക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹിഡൻ മെനു യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ സ്ക്രീനിൽ നമ്മുടെ കേഴ്സർ കൊണ്ടുവന്ന് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അഗെയിൻ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? ഡബിൾ ക്ലിക്ക് അല്ല, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഈ വന്ന ഈ ഒരു മെനു ആണ് നമ്മുടെ ഹിഡൻ മെനു എന്ന് പറയുന്നത്. ഇതിൽ പിക്ചർ ഇൻ പിക്ചർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമുക്കിപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് പ്ലേ ആവുന്നുണ്ട് അല്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്നിടാവുന്നതാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ചെറുതാക്കി കൊടുക്കാം, സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്തും കൊടുക്കാം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ വർക്ക്, നമ്മൾ എന്തെങ്കിലും എക്സെല്ലോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. കണ്ടല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഹിഡൻ മെനു കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ബാക്ക് ടു ടാബ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തിരിച്ച് നിങ്ങളുടെ ആ ഒരു യൂട്യൂബിൻ്റെ സ്ക്രീനിലേക്ക് തന്നെ നിങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ആർക്കെങ്കിലും യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യുകയാണെന്നിരിക്കട്ടെ. നമ്മൾ മിക്കവാറും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെയും യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അവരെ കാണിക്കേണ്ടത് ഒരു പെർട്ടിക്കുലർ പോർഷൻ തൊട്ടിട്ടായിരിക്കും അല്ലേ? അതായത് വീഡിയോ സ്റ്റാർട്ടിങ് തൊട്ട് കാണിക്കാതെ ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ അവർ കണ്ടാൽ മതി എന്നാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കോപ്പി വീഡിയോ URL അറ്റ് കറന്റ് ടൈം. അപ്പോൾ ഇതൊന്ന് കോപ്പി ചെയ്യുക. ദെൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടാണ്. Ctrl+V പ്രസ് ചെയ്തു, എൻ്റർ കീ അടിക്കുന്നു. കണ്ടോ, കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത്. കണ്ടല്ലോ? ഇതാണ് നമ്മുടെ കറന്റ് ടൈം എന്ന് പറയുന്ന ടെക്നിക്ക്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ലിങ്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടം വരെയുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ലിങ്ക് തന്നെയാണ്. പക്ഷെ അതിനുശേഷം ഒരു ആംപർസാൻഡ് സിമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ T=201 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. അതായത് ഈ 3.22 വരെയും 201 സെക്കൻഡ് ആണുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതായത് നമ്മുടെ യൂട്യൂബ് ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം അവിടെ ഒരു ആംപർസാൻഡും Tയും ഇടുക. ദെൻ = എന്നിട്ടിട്ട് നിങ്ങൾക്ക് ഏത് ടൈം തൊട്ടിട്ടാണോ പ്ലേ ചെയ്യേണ്ടത് അവിടെ ടൈം സെക്കൻഡ്സിൽ കൊടുക്കാം. പക്ഷേ അതിനെക്കാട്ടും ഒക്കെ ഈസി എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കറന്റ് ടൈം എടുത്ത് കൊടുക്കുന്നത് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇനി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം. നമ്മൾ മിക്കവാറും വീഡിയോ ഷെയർ ചെയ്യുന്നത് വാട്സപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ വാട്സപ്പിലൂടെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതേ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ആംപർസാൻഡ് T ആ ടൈമിനെ നിങ്ങൾ സെക്കൻഡ്സിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഏത് ടൈം തൊട്ടിട്ടാണോ അവർ കാണുന്നത് ആ ഒരു ടൈം നിങ്ങൾ സെക്കൻഡ്സിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെൻഡ് ചെയ്യുക. അവർക്ക് ആ ഒരു ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മുടെ ട്രിക്ക് നമ്പർ 3 ആണ്. ഈ ഒരു പ്രൊഫൈൽ പിക്ചറിന്റെ ആ ഭാഗത്തേക്ക് വരിക. അതിനുശേഷം നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പിയറൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം അല്ലേ? അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്, യൂസ് ഡിവൈസ് തീം, ഡാർക്ക് തീം, ലൈറ്റ് തീം. നമുക്ക് ഈ ഒരു വൈറ്റ് അപ്പിയറൻസ് ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് കണ്ണിന് നല്ല സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡാർക്ക് തീം എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ? ഇപ്പോൾ ഞാൻ ഡാർക്ക് തീം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ടും ഡാർക്കായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് കണ്ണിന് കുറച്ചുകൂടി ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് ഒരു കിടിലൻ ട്രിക്കാണ് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് കാണാം. അതായത് നോർമലി ഉള്ള സ്പീഡിൽ നിന്നും കുറച്ചുകൂടി സ്പീഡിൽ കണ്ട് വേഗം തീർക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതായത് ഈ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ നോർമലിലാണുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ലോയിൽ കാണണമെങ്കിൽ സ്ലോയിൽ കാണാം. ഇനി അതല്ല സ്പീഡിലാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1.25 തൊട്ടിട്ട് 2 വരെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും ഒരു സ്പീഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ വീഡിയോ സ്പീഡിൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് പ്ലേ ബാക്ക് സ്പീഡിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാം കസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്പീഡിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഫോർവേഡ് ആക്കാനും ബാക്ക്വേർഡ് ആക്കാനും മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നമ്മുടെ കീബോർഡിലുള്ള ലെഫ്റ്റ് ആരോവും റൈറ്റ് ആരോ ആണ്. റൈറ്റ് ആരോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
കണ്ടോ, നമ്മുടെ വീഡിയോ 5 സെക്കൻഡ്സ് ഫ്രണ്ടിലേക്ക് പോകും. അതല്ല നമ്മൾ ബാക്ക്വേർഡ് ആരോ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ 5 സെക്കൻഡ് ബാക്കിലേക്ക് പോകും. മനസ്സിലായോ? ഇനി അടുത്ത നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. അതായത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രിക്കാണ്. എന്തായിരിക്കും യൂട്യൂബും ഈ ഡിജിറ്റ്സും തമ്മിലുള്ള റിലേഷൻ? അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത് അങ്ങേ എൻഡിലേക്ക് എത്തുകയാണെന്നിരിക്കട്ടെ. നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കീബോർഡിലൊന്ന് 0 എന്നുള്ള കീ പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അത് ഫസ്റ്റിലേക്ക് തന്നെ പോയി. വീഡിയോ ഇപ്പോൾ ഫസ്റ്റ് തൊട്ടിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇനി അതല്ല കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് 1 പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അങ്ങനെ. ഇപ്പോൾ 9 ആണ് ഞാൻ പ്രസ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ എൻഡിലേക്ക് എത്തും. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഏതൊരു പാർട്ടിൽ നിന്ന് വേണമെങ്കിലും വീഡിയോ പ്ലേ ചെയ്യിക്കാനുള്ള ഓപ്ഷനാണ് ഈ ഒരു 0 to 9 ഡിജിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മിഡിലാണ് വേണ്ടതെങ്കിൽ ഞാനൊരു 5 ആണ് പ്രസ് ചെയ്യുന്നത്. കണ്ടോ, വീഡിയോ കറക്റ്റ് മിഡിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂട്യൂബിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഓഡിയോ എഫക്ട്സും അതുപോലെ തന്നെ മ്യൂസിക്കും ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ആവശ്യം വരാറുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കോപ്പിറൈറ്റും ഒക്കെ വരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ യൂട്യൂബിൽ തന്നെ കുറേ ഓഡിയോ എഫക്ട്സും അതുപോലെ തന്നെ മ്യൂസിക്കും ഒക്കെ ഉണ്ട്. അത് എവിടെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് എടുക്കുക. ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓഡിയോ ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ മ്യൂസിക്കുകൾ ഇരിക്കുന്നത്. കണ്ടോ, ഏത് ടൈപ്പ് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കണ്ടല്ലോ. അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ടൈപ്പ് സൗണ്ട് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇടയ്ക്കൊരു കാര്യം കൂടി പറയട്ടെ. അതായത് നമ്മുടെ ഈ വീഡിയോയിൽ ആക്ച്വലി ഒരു ട്രിക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ AV Tech and Travelന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേണ്ടവർ അത് പോയിട്ട് ഒന്ന് കാണുക. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നഷ്ടമാവില്ല. കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്. FB പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രണ്ട്സിനൊക്കെ ഇട്ടൊരു പ്രാങ്ക് കൊടുക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ്. അവർ യൂട്യൂബിൽ എന്തെങ്കിലും കാണുന്ന സമയത്ത് നമ്മൾ പോയി കീബോർഡിലൊന്ന് ഓസം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രസ് ബാർ ഉണ്ടല്ലോ, അതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കാണാം റെയിൻബോ കളേഴ്സിൽ ബ്ലിങ്ക് ആവുന്നത് അല്ലേ? ഏത് വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രോഗ്രസ് ബാർ എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടേയിരിക്കും. ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ തിരിച്ച് ഓസം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി യൂട്യൂബ് ടെക്നിക്കാണ്. അതായത് ഇത് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം യൂട്യൂബിൽ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് നമ്മൾ ചിലപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ കണ്ട് ഒരു 1 hour 2 hours ഒക്കെ കഴിയുമ്പോഴായിരിക്കും ബോധം വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബിൽ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ സെറ്റിംഗ്സ് ആണ് എടുക്കേണ്ടത്. സെറ്റിംഗ്സ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ജനറൽ എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതിലുള്ള ഫസ്റ്റ് ഓപ്ഷനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. റിമൈൻഡ് മീ ടു ടേക്ക് എ ബ്രേക്ക് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ഞാനിവിടെ 15 minutes ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 30 minutes അല്ലെങ്കിൽ 1 hour 2 hour എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 hour ആണെങ്കിൽ ഇതിപ്പോൾ 1 hourലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി 15 minutes ആണ്. അപ്പോൾ എനിക്ക് 15 minutes ആകുമ്പോൾ യൂട്യൂബ് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ തരും, ടൈം ടു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞു. വളരെ എഫക്റ്റീവ് ആണ്. നിങ്ങളും കൂടി ഈ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂട്യൂബ് ട്രിക്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.